എവിടെ പോണത് എല്ലാം കൂടെ? അവിടുത്തെ വയലിലെ കുറെ താമര കിടക്കുന്ന കണ്ടിട്ട് ഓടി വന്നത് ഈ വയലിനകത്ത്. വയലിൽ പോകാൻ പോലും പറ്റില്ല. ഈ ചാലിനകത്ത് മൊത്തം വെള്ളം കെട്ടി കിടക്കുക. തൊടി എല്ലാം ഉണ്ട്. ഒരാളിവിടെ മുഖം പൊത്തി നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാം തോട്ടിനകത്ത് നീന്തി കളിക്കാൻ വേണ്ടി പോവാ. ചെറിയൊരു ചാലുണ്ടോ? ആ താമര പറിക്കാണ്ട് ഈ ബുദ്ധിമുട്ടെല്ലാം ഇറക്കണ്ട. അതിനകത്ത് എങ്ങനെ പോകും? ഇത്രയും ചാലും കാര്യം കിടക്കുന്ന സമയത്ത് എങ്ങനെ പോവാനാ? അവിടെ പോയി ഓലെല്ലാം പറക്കിട്ടിരിക്കുകയാണ് അപ്പുറത്ത് കടക്കാൻ വേണ്ടി. എന്താവോ നോക്കാം നമുക്ക്. അപ്പുറത്ത് കടക്കാൻ പറ്റോ ഇല്ലേ നോക്കാം. നടന്നു പോയാലേ നമുക്ക് അറിയാൻ പറ്റോ കടക്കാൻ പറ്റോ. അപ്പുറത്ത് കടന്നായിരുന്നു. അപ്പുറത്ത് പോയി കേട്ടോ. ആ എല്ലാരും അങ്ങനെ താമരയില് പറിക്കാനെത്തി. താമര എന്തുമാത്രം താമര ഞങ്ങൾ ഇപ്പഴാ കണ്ടത്. അങ്ങനെതാ എന്റെ മുടി കുത്തിപ്പിടിച്ചിരിക്കാൻ വീടെന്ന് പറഞ്ഞാണ്ട് ഇപ്പുറത്ത് താമരയിലെ കണ്ട എല്ലാം നല്ല മുട്ടുകളൊക്കെ കണ്ടോ. ഇതാണ് ലോട്ടസ് ലീഫ്. ആ താമര പറിക്കാനാണ് ഇത്ര ബുദ്ധിമുട്ട്. കണ്ട ഒരുപാട് മുള്ളുണ്ട്, സൂക്ഷിക്കണം. അങ്ങനെ ഒരു താമര പറിച്ച്. ഹായ് ഗേസ്, അങ്ങനെ നമ്മളൊരു താമരയുടെ മൊട്ട് പറിച്ചായിരുന്നു. എവിടെയാ മുട്ട? എവിടെയാ കാണിച്ചേ? കണ്ടോ? നീ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ ഇറങ്ങി വന്നതാ. ഈ താമര പൊട്ടറിയ വയലല്ലേ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു താമരകൾ പറിച്ച് ശരിക്കും നിൽക്കുന്നുണ്ടല്ലോ. അതിന്റെ ഇടയിലൊക്കെ ശരിക്കും നിൽപ്പുണ്ടോ? ഉണ്ടോ? ശരിക്കും നിൽപ്പുണ്ടോ? ഉണ്ടോ? വയലും എന്തും ഈ വെള്ളം നാക്കണ്ട. വെള്ളം കിടക്കുന്നുണ്ടോ? ഒത്തിരി മുട്ട് നിൽക്കുക. താമരയുടെ മുട്ട അതിന്റെ ഇടയ്ക്കൊക്കെ താമരയുടെ ഉണ്ടോ? അവിടെ വാഴത്തോട്ടങ്ങളും എല്ലാം ഉണ്ട്. വെള്ളമുണ്ടോ? വെള്ളം കണ്ടോ? മൊത്തം പന്ന വെള്ളമാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളം. കുറെ പൂ പറിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ കുറച്ച് 2-3 മുട്ട. ആ മുട്ട എവിടെ? ആ 3 മുട്ട ഇട്ട് 2 മുട്ട ഇട്ട് നോക്കട്ടെ. മുട്ട കാണിച്ചേ. 2 മുട്ടാണ്. ആ 2 ഞങ്ങള് കഷ്ടപ്പെട്ട് ഈ അഴുക്ക വെള്ളത്തിൽ കൂടി ചാടി കൊതുകടിയും കൊണ്ട് വന്നതാ. ഞാൻ പറഞ്ഞു നോക്കി കണ്ട് വരെ